ഇനിയ തമിഴ് മക്കളെ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തമിഴ് ജനതയെയും സിനിമാ ലോകത്തെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ പ്രിയ സംവിധായകനും നടനുമായ ഭാരതിരാജ ഇനി ഓർമ്മ. തെന്നിന്ത്യൻ സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്ന് ഗ്രാമീണതയുടെ പച്ചപ്പിലേക്കും സാധാരണ മനുഷ്യരിലേക്കും ഇറക്കി നടത്തിയ ആ ചലച്ചിത്ര വിസ്മയം അന്തരിച്ചു. തമിഴ് ചലച്ചിത്ര രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട സംവിധായകനായിരുന്നു ഭാരതിരാജ. അതുവരെ സിനിമകളിൽ നിലനിന്നിരുന്ന കൊട്ടാരക്കെട്ടുകളുടെയും അതിശയോക്തികളുടെയും ലോകത്തെ തച്ചുടച്ച് യഥാർത്ഥ മനുഷ്യരുടെ ജീവിതവും നാട്ടിൻപുറത്തിന്റെ മണവും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചു. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമകളുടെ വക്താവായി മാറിയ അദ്ദേഹം ലളിതമായ ഭാഷയിലും ദൃശ്യങ്ങളിലുമാണ് വലിയ കഥകൾ പറഞ്ഞത്. 16 വയതിനിലെ വേദം പുതിയത് മുതൽ മര്യാദയെ തുടങ്ങി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ തെന്നിന്ത്യൻ സിനിമയിലെ നാഴികക്കല്ലുകളാണ്. തമിഴ് മണ്ണിലെ ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കും എതിരെ സിനിമയിലൂടെ അദ്ദേഹം ശക്തമായി വിരൽ ചൂണ്ടി. തമിഴിൽ മാത്രമല്ല മലയാളത്തിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. സംവിധായകനായി മാത്രമല്ല മികച്ചൊരു നടനായും അദ്ദേഹം പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടി. പിൽക്കാലത്ത് ആയുധെഴുത്ത്, തിരുച്ചിത്രാമ്പലം തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കൂടാതെ 2025 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം തുടരും എന്ന ചിത്രത്തിലെ സ്റ്റണ്ട് മാസ്റ്റർ പളനിസ്വാമി എന്ന കഥാപാത്രത്തിലൂടെ മലയാളത്തിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പത്മശ്രീയും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. സിനിമയെ ജനകീയമാക്കിയ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഭാരതിരാജയുടെ വിയോഗം തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹം സിനിമകൾ ചെയ്തത് വലിയ സൂപ്പർ ഹീറോ പരിവേഷങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മുടെ മണ്ണിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രണയവും വേദനയും പോരാട്ടങ്ങളും തുറന്നു കാട്ടാനായിരുന്നു. ഗ്രാമീണതയുടെ സൗന്ദര്യം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച ആ വലിയ കലാകാരന് മെട്രോ 7 ന്യൂസിന്റെ ആദരാഞ്ജലികൾ.